ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 800120. എന്നിട്ട് വായന കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരുമാതിരി ശ്മശാന മുഖതല്ലേ ചേച്ചി. സുഖമില്ല. എനിക്ക് തോന്നണതേ നമുക്കൊക്കെ ഡിപ്രഷൻ ആണെന്നാ. ഇതാതൊന്നുമല്ല. ആ പാവം ഉണ്ടായിരുന്നെങ്കി അവളായിട്ട് വഴക്കുണ്ടാക്കിയ സമയങ്ങളായിരുന്നു. അവളിനും മറ്റന്നാളല്ലേ വരുള്ളൂ. ചില ഞായറാഴ്ച ഇങ്ങനെയാടേ ഒന്നും ചെയ്യാൻ തോന്നൂല. ഇങ്ങനെ അങ്ങ് ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇങ്ങനെയുള്ള സമയത്താണ് എവിടെയെങ്കിലും ദൂരോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ തോന്നുന്നു. ആരോടും പറയാതെ ഫോണും നോക്കാതെ ഏതെങ്കിലും അറിയാത്ത നാട്ടിൽ പോയി ഇങ്ങനെ അലഞ്ഞിരിച്ച് അങ്ങ് നടക്കണം. ഞാനത് ആലോചിക്കുന്നുണ്ട്. അപ്പൊ തന്റെ കുടുംബോ? അതും ആലോചിക്കുന്നുണ്ട്. കല്ലൂനെ സിദ്ധുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ നാട് മൊത്തം കേശു പറഞ്ഞ പോലെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണം. പക്ഷെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണമെങ്കിലേ വണ്ടിക്കൂലിക്കുള്ള കാശ്, ഫുഡിനുള്ള കാശ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനെന്നെ പോയാൻ. അതൊക്കെ ഉണ്ടാക്കിയിട്ടങ്ങ് പോയാ പോരെ. ഉണ്ടാക്കിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ അതൊക്കെ വലിയ ടാസ്കാ. ഒറ്റ ബുദ്ധി ഒറ്റ മൈൻഡ് തോന്നി കയ്യിൽ ഇറങ്ങി അങ്ങ് പൊക്കോണം. അയ്യോ എന്താ എല്ലാത്തിനും കോഴി വസന്ത വന്നോ? കോഴി വസന്തം ഒന്നും ഇങ്ങനെയാണ് അമ്മമ്മ. കേസു ഒന്നും சொல்லாத ரொம்ப கோவப்பட்டுட்டு இருக்காங்க. എന്തമ്മമ്മ? നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു ആ തേങ്ങ ഒന്ന് പൊതിച്ചു വെക്കണമെന്ന്. അയ്യോ മറന്നുപോയി ഞാൻ. അതെങ്ങനെ ഒരു ഒറ്റ ഒരെണ്ണത്തിന് ബോധമില്ലേ? മറന്നുപോയി, ക്ഷമി. ഇപ്പൊ പോയി പൊതിച്ചു തരാം. പ്രശ്നം കഴിഞ്ഞല്ലോ. ഒരു തേങ്ങ മതിയോ 2 തേങ്ങ വേണോ? ഒരു 3-4 എണ്ണം പൊതിച്ചിട്ട്. ശരി. അമ്മൂമ്മ പൊതിച്ചു തരും. അമ്മൂമ്മ ചെന്നു. ലച്ചു നീ എന്തോ പെറ്റി കിടക്കുവാന്നോ? അല്ല അമ്മൂമ്മ. അല്ലമ്മ നിന്നോട് ഞാൻ ആ പാത്രമൊക്കെ കഴുകി പറക്കി വെക്കാൻ പറഞ്ഞായിരുന്നോ? അയ്യോ അത് ഞാൻ മറന്നുപോയതാ. അതെങ്ങനെ ഒരു കാര്യം പറഞ്ഞാ കേക്കത്തില്ല. പറഞ്ഞല്ലോ മറന്നുപോയതാന്ന്. ഞാൻ കഴുകി വെക്കാം. പാത്രം മാത്രമുള്ള വല്ല തുണി എന്തെങ്കിലും ഉണ്ടോ? അത് പാത്രം കഴിയുമ്പോ ഞാൻ പറയാം. ആയിക്കോട്ടെ, ചെയ്താ പോരെ. അമ്മൂമ്മ ചേച്ചി പാത്രം കഴുകി വെച്ചോളൂ. അമ്മൂമ്മ ചെന്നു. അല്ല നീ എന്തോ ഇങ്ങനെ അനന്തശയനം പോലെ കിടക്കുന്നേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ ഇപ്പൊ പഠിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. പഠിക്കാലോ അമ്മൂമ്മ. ഇപ്പൊ തന്നെ പോയി പഠിക്കാം. അല്ല നിന്നെ ഇതെന്താ ഇങ്ങനെ? എപ്പടി എങ്ങനെ? അല്ല സാധാരണ ഞാൻ എന്തെങ്കിലും ഒച്ച വെച്ച് പറയുവാണെങ്കിൽ അതിനെക്കാട്ടി ഒച്ച വെച്ചായിരുന്നല്ലോ എല്ലാരും സംസാരിക്കാറുള്ളത്. അവസാനം ഞാൻ ചമ്മി പോവാറല്ലേ പതിവ്. ഓ അമ്മൂമ്മ വഴക്കുണ്ടാക്കാൻ വന്നാണല്ലേ? ഒത്തില്ല അമ്മൂമ്മ. ഇവിടെ ആർക്കും വഴക്കുണ്ടാക്കാനായിട്ട് വയ്യ. ഞാനേ അമ്മൂമ്മ പറഞ്ഞ പോലെ പോയിരുന്ന് പഠിക്കട്ടെ. അമ്മ നീ എന്നെ ഒന്ന് പിച്ചിയേ. സ്വപ്നമല്ല. അല്ല ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ? തിരിയലേ അമ്മ. അതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ പിള്ളേർ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിലേ എനിക്കങ്ങ് ഏതാണ്ട് എന്തോ പോലെ എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വരില്ല. கோவம் வருது அப்படின்னா நீங்க என்ன திட்டிக்கோங்க. നിന്നെ എന്തിനാ ഞാൻ തിട്ടുന്നേ? நாங்க திட்டு எனக்கு ரொம்ப பிடிக்கும். അങ്ങനെ പിടിക്കണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.